നമസ്കാരം മാം. മലയാളികളെ എല്ലാവരെയും വിഷമിപ്പിച്ച ഏറ്റവും വലിയൊരു കാര്യമാണ് ബാലഭാസ്കറിൻ്റെ മരണം, അദ്ദേഹത്തിൻ്റെ കുഞ്ഞു പോയത് എല്ലാം. അതെപ്പോഴും മലയാളികൾക്ക് മറക്കാനാകാത്ത ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ മലയാള മനോരമ അദ്ദേഹത്തിൻ്റെ ഭാര്യ ലക്ഷ്മിയുടെ ഒരു അഭിമുഖം എടുത്തിട്ടുണ്ട്. അതാണിപ്പോൾ വിവാദമായിരിക്കുന്നത്. അതായത് അതിനെതിരെ ആരോപണങ്ങളൊക്കെ ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. അതിൽ ഭാര്യ ലക്ഷ്മി പറയുന്നത് തനിക്ക് ആ വാഹന അപകടം ഒരു ആസൂത്രിതമാണെന്ന് തോന്നുന്നില്ല, സാധാരണയായി അതായത് എന്നും കേരളത്തിൽ നടക്കുന്ന ഒരു വാഹനാപകടം പോലെ തോന്നിയിട്ടുള്ളൂ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാമിൻ്റെ വ്യൂ പോയിന്റ് നോക്കുമ്പോൾ അത് എങ്ങനെയാണ് മാം നോക്കി കാണുന്നത്? തീർച്ചയായും ഈ കേരളം ഉറ്റുനോക്കിയിരുന്ന ഒരു ഇൻ്റർവ്യൂ തന്നെയായിരുന്നു ഇതെന്ന് പറയാം. കാരണം ബാലഭാസ്കർ എന്ന് പറഞ്ഞാൽ ഓരോ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു നോവോർമ്മയാണ്. ഒന്ന് ബാലഭാസ്കർ, നമ്മളൊക്കെ ബാലഭാസ്കറിനെ സ്നേഹിച്ചിരുന്നത് സംഗീതം, ആ സംഗീതത്തിൻ്റെ മാന്ത്രികത, എന്താ പറയണത്, 17 വയസ്സിൽ തന്നെ പ്രതിഭയുള്ള ഒരു അത് ഒന്നാമത്തെ ഒരു കാര്യം. 17 വയസ്സിൽ വെറുതെ അല്ല, സംഗീത കുടുംബമാണ് അദ്ദേഹത്തിൻ്റെ. അതും കൂടി നമ്മൾ പറയണമല്ലോ. സംഗീതത്തിൽ ജീവിച്ചൊരു കുടുംബം, അമ്മ ആയിക്കോട്ടെ അമ്മാവന്മാരായിക്കോട്ടെ, അവരുടെ ബാലഭാസ്കറിൻ്റെ ചുറ്റ, അങ്ങനെ എല്ലാവരും സംഗീതമാണ് ആ കുടുംബം. അപ്പം അങ്ങനെ വളർന്നു വന്ന, സംഗീതം ശ്വസിച്ചും ഭക്ഷിച്ചും ഒക്കെ വളർന്നു വന്നൊരു കുട്ടി തീർച്ചയായും വലിയൊരു മ്യൂസീഷ്യൻ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അപ്പോൾ അത് തന്നെയാണ്. അങ്ങനെ വന്നു 17ാമത്തെ വയസ്സിൽ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിൻ്റെ ആൽബങ്ങളിലൂടെ കേരളം മുഴുവൻ ബാലഭാസ്കർ എന്നുള്ള പേര് കേട്ടു. നമ്മളൊക്കെ വളരെ എന്താ പറയുക ആരാധനയോടുകൂടി കണ്ട വയലിൻ എന്ന് പറഞ്ഞാൽ ബാലഭാസ്കർ എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ വയലിൻ മാന്ത്രികൻ എന്ന് പറയാം. ഓരോ ഷോയൊക്കെ വരുമ്പോഴേ ബാലഭാസ്കറിന്റെ ആ ചിരിയും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഈ ബാലഭാസ്കറിൻ്റെ ഇതോടൊപ്പം തന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം, ഈ ഒരു വിവാഹം, പ്രണയം, കാരണം പ്രണയ ഗാനങ്ങളിലൂടെ കയറി വന്ന അല്ലേ ആ ഒരു നമുക്കറിയാം നിനക്കായി തൊഴി എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടും അത് കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു പ്രകമ്പനം, ആൽബങ്ങൾ അതുപോലൊന്നും പിന്നീട് ഉണ്ടായിട്ട് പോലും ഇല്ല എന്ന് പറയാം. ഒരു തരംഗമായിരുന്നു. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ, അജ്നയ്ക്കൊന്നും അറിയില്ല, അജ്നൊക്കെ കുഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ബാലഭാസ്കർ, ആ ബാലഭാസ്കർ അത് കഴിഞ്ഞപ്പോൾ ബാലഭാസ്കർ എന്ന് പറഞ്ഞാൽ പ്രണയത്തിൻ്റെ ഒരു ഇതെന്നുള്ള രീതിയിൽ വന്നിട്ട് പ്രണയിക്കുന്നു ബാലഭാസ്കറിൻ്റെ. അപ്പം മീഡിയാസൊക്കെ ആഘോഷിക്കുന്നു ഒക്കെ. അപ്പം അന്നത്തെ പ്രായത്തിൽ അതിനൊക്കെ കയ്യടിക്ക് കൊടുത്ത് സപ്പോർട്ട് ചെയ്ത ഒരാളൊക്കെയാണ് ഞാനും ഒക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മളൊക്കെ വിഷമിപ്പിച്ചുകൊണ്ട് ആ ഒരു എന്താ പറയുക അപകട മരണം ഉണ്ടാവുന്നു, കുഞ്ഞ് പോകുന്നു, രക്ഷപ്പെടുന്നു എന്ന് വാർത്തകളിൽ വന്ന ബാലഭാസ്കർ പൊടുന്നനെ, അത് ഒട്ടും വിശ്വസിക്കാൻ വയ്യ, ഭാര്യയും അത്യാസര നിലയിലാണെന്ന് വാർത്ത വരുന്നു, ഡ്രൈവറൊക്കെ. ശരി, അതൊരു അപകട മരണം എന്ന് തന്നെ തുടക്കത്തിൽ വിശ്വസിച്ചു, ദുഃഖിച്ചു, സത്യം തന്നെയാണ്. പിന്നീട് കുടുംബം അല്ലെങ്കിൽ ഓരോ മലയാളിയും ഇതൊരു ആസൂത്രിത കൊലപാതകമാണെന്ന് ഈ നിമിഷം വരെ ഞാൻ ഇപ്പം ലക്ഷ്മി പറയുന്നുണ്ടാവാം ആസൂത്രിത അല്ല എന്ന് അവരുടെ വ്യൂ പോയിന്റിൽ അല്ലെങ്കിൽ ആംഗിളിൽ തോന്നുന്നു. പക്ഷെ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അവർ കുറേ നാൾ ബോധാബോധങ്ങളിലായിരുന്നു, ആശുപത്രിയിലായിരുന്നല്ലോ. അപ്പോൾ അന്ന് വന്ന മീഡിയ വാർത്തകളൊക്കെ ശ്രദ്ധിച്ചു പോയതും ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോ വാർത്തകളും ശ്രദ്ധിച്ച ഒരാളെന്നുള്ള വ്യക്തിയിൽ ഞാൻ ഈ നിമിഷം വരെയും ഉറപ്പിച്ച് പറയുന്നുണ്ട് അതൊരു ആസൂത്രിത കൊലപാതകമാണ് എന്ന്. അവരുടെ വീട്ടുകാർ, അച്ഛനും അമ്മയും ഇന്ന് വിശ്വസിക്കുന്നത് പോലെ തന്നെയാണ് ഞാനും ഒക്കെ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിന് കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത് അർജുൻ എന്ന് പറഞ്ഞ ഡ്രൈവർ മൊഴിമാറ്റുന്നു. ആദ്യം ഒക്കെ വാർത്തകളിൽ വരുന്നത് എന്താണ്, അർജുൻ അല്ല വണ്ടി ഓടിച്ച ബാലഭാസ്കർ ആണെന്നുള്ള രീതിയിലൊരു, പിന്നീട് നമ്മൾ കുറേ കാര്യങ്ങൾ കാണുകയാണ്. പിന്നീടാണ് അറിയുന്നത് ലക്ഷ്മിയുടെ മൊഴി വരുന്നു, അല്ല വണ്ടി ഓടിച്ചത് ആര് തന്നെയാണ്, അർജുൻ ആയിരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കും ഈ അർജുൻ. എന്നിട്ടും അത് എല്ലാ അന്വേഷണ ഏജൻസികളും വന്നു, കേസ് തെളിവുകളെല്ലാം ഒന്നുമില്ലാത്ത, മീൻസ് എന്താ ആസൂത്രിത അപകടം എന്ന രീതിയിലേക്ക് പോകുന്നില്ല, അപകട മരണം എന്നുള്ള കൊലപാതകം എന്ന് പോകുന്നില്ല, അപകട മരണം എന്ന് പറയുന്നു. അപ്പോഴും ഈ ബാലഭാസ്കറിൻ്റെ കേസ് അല്ലെങ്കിൽ ഇതിലൊരു സ്വർണ്ണക്കടത്തൊന്നും ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിൽ വരുന്നില്ല. എപ്പോഴാണ് വന്നത്, ബാലഭാസ്കറുമായിട്ട് അടുത്ത ബന്ധമുള്ള വ്യക്തികൾ സ്വർണ്ണക്കടത്ത്, തിരുവനന്തപുരം വിമാനത്താവളത്തുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ അകത്തായപ്പോൾ അതിലുള്ള ബാലഭാസ്കറുമായിട്ട് ഏറ്റവും അടുത്ത കൂട്ടുകാരനെന്ന് കുടുംബം വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ബാലഭാസ്കർ തന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് പേജിൽ ഇട്ടിട്ടുള്ള ഒരു വ്യക്തി, എൻ്റെ എല്ലാമാണ് അണ്ണ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലൊക്കെ ഇട്ടിട്ടുള്ള വ്യക്തി സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലാവുന്നു. ബാലഭാസ്കറിൻ്റെ ഫോൺ, പേഴ്സണൽ ഫോണാണ്, ആലോചിച്ച് നോക്കണം. ഇയാളുടെ വീട്ടിൽ നിന്ന് പോലീസ് പിടിച്ചെടുക്കുന്നു ഒക്കെ വരുമ്പോൾ ആലോചിച്ച് നോക്കണം. കുറച്ച് അരിയാഹാരം കഴിക്കുന്ന ഓരോ വ്യക്തിക്കും മനസ്സിലാവും ഇത് ആസൂത്രിതമായിട്ടുള്ളൊരു കൊലപാതകത്തിലേക്ക്. അത് തന്നെയല്ലേ ബാലുവിൻ്റെ അച്ഛനും അമ്മയും വിശ്വസിക്കാനുള്ള കാരണം. മൊഴിമാറ്റം തൊട്ട് അവർക്ക് ഇതാണ്. പിന്നീട് നമുക്കറിയാം ഈ പൂന്തോട്ടം എന്ന് പറഞ്ഞ ഒരു ചെറുപ്പുളശ്ശേരി ഫാമിലി ആയിട്ട് വന്ന ഈ അർജുൻ എങ്ങനെ ബാലഭാസ്കറിൻ്റെ ജീവിതത്തിലെത്തി, അത് വലിയൊരു ക്വസ്റ്റ്യനാണ്. ഈ പൂന്തോട്ടം ഫാമിലിയുമായിട്ട് ഈ ബാലഭാസ്കറിനെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ആ അച്ഛനും അമ്മയ്ക്കും. ഇതോടൊപ്പം തന്നെ നമുക്ക് പറയാം, ലക്ഷ്മി എന്ന് പറയുമ്പം ആ ഇൻ്റർവ്യൂ കാണുമ്പോൾ വളരെ വേദനയോടുകൂടി നമ്മൾ കണ്ടതാണ്. അവർക്കുണ്ടായ നഷ്ടം ഭയങ്കര, ഓരോരുത്തരെയും കരളലിയിപ്പിക്കുന്നത് തന്നെയാണ് ആ നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭർത്താവ് പോയി, കുഞ്ഞ് പോയി, കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, അവർ കാത്തിരുന്ന് കിട്ടിയൊരു പൊന്നു മകളെ പോയി ഒക്കെ സത്യം. അത് വളരെ ആ ഒരു നോവ് ഉൾക്കൊള്ളും തന്നെ എനിക്ക് ലക്ഷ്മിയിൽ ഒരു സങ്കടം തോന്നിച്ചാൽ ലക്ഷ്മി പറയേണ്ടത് മുഴുവൻ പറഞ്ഞിരുന്നോ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്ന കുറേ കാര്യങ്ങളുണ്ട്, ഇത് അതൊന്നും വന്നിട്ടില്ല. എന്തൊക്കെയോ കാര്യങ്ങൾ
ഇനി അത് ചോദിച്ചതിൻ്റെ അപാകതയാണോ, അതിനെ എഡിറ്റ് ചെയ്ത് പോയതാണോ എനിക്കറിയില്ല. പക്ഷെ നമ്മൾ കാത്തിരുന്ന കുറേ ഉത്തരങ്ങളൊന്നും അവരിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇത് എന്താ പറയുക, സ്വാഭാവികമായിട്ടും പോയത് വീണ്ടും കേരളത്തിന് മുഴുവൻ അറിയാമായിരുന്നു. വിവാഹം വീട്ടുകാരെ എതിർത്തതും എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അതിലേക്കാണ് വീണ്ടും ആ ഒരു ഇന്റർവ്യൂ പോയതെന്ന് കാണുമ്പോൾ എന്താ ഇത് കേസ് അന്വേഷണമല്ലേ നമ്മുടെ ഇത്. അതിൽ അവര് പറയുന്നുണ്ട്, ഞാൻ ചിലപ്പോൾ മരിക്കുമെന്ന് കരുതിയത് കൊണ്ടായിരിക്കാം അർജുൻ മൊഴിമാറ്റി പറഞ്ഞതെന്ന് അവർ. അതൊരു ബാലിശമായിട്ട് എനിക്ക് തോന്നി. അർജുൻ ഇവർ മരിക്കുന്നത് കൊണ്ട് മൊഴിമാറ്റി പറഞ്ഞു എന്ന് പറയുമ്പം അതേ അർജുനെ വീണ്ടും പെരിന്തൽമണ്ണ ഈ സ്വർണ്ണക്കടത്തിൽ കേസിൽ വീണ്ടും ഇതേ അർജുനെ പിടിക്കുമ്പം കുറച്ചൊരു നമുക്കൊരു സെൻസുള്ള, ഇപ്പം ഇവരെ ഞാൻ ലക്ഷ്മി പറയുന്നില്ല, ലക്ഷ്മിക്ക് എന്തോ ബ്രെയിൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോൾ അത്രയ്ക്കും കൂടി ചിന്തിക്കാനുള്ള ഒരു ഇതുണ്ടാവില്ലായിരിക്കാം. പക്ഷെ ആലോചിച്ച് നോക്കും, കോമൺ സെൻസ് ഉള്ള ഒരാളാണെങ്കിൽ ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട ഒരാൾ പോയി, എൻ്റെ ഏറ്റവും ജീവൻ്റെ ഭാഗമായിട്ടുള്ള ആൾ നഷ്ടമായിട്ടിരിക്കുവാണ്, ശരി അതൊരു അപകടമാണ്, എൻ്റെ തലയിൽ നിന്നല്ലാതിരിക്കാൻ ഞാൻ മൊഴി മാറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴും അതേ കൾപ്രിറ്റിനെ വീണ്ടും പെരിന്തൽമണ്ണ പോലുള്ളൊരു സ്വർണ്ണക്കടത്ത് കേസിൽ വീണ്ടും അറസ്റ്റ് ചെയ്യുമ്പം അത് ഞാനാണെങ്കിൽ സ്വാഭാവികമായിട്ട് സംശയിക്കില്ലേ, ഇയാള് എങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തി, ഇവനൊരു ഇത്രയും കൊടും ക്രിമിനൽ, ഓക്കെ ആദ്യത്തെ ക്രിമിനൽ ആണെന്ന് അറിയാം, ATM കവർച്ച കേസുമായിട്ട് ബന്ധപ്പെട്ടെന്ന് അറിയാം, ശരി ഇയാൾ എങ്ങനെ തിരുവനന്തപുരം അല്ലെങ്കിൽ ഈ ബാലഭാസ്കറിന്റെ ഫാമിലിയിലേക്ക് തന്നെ എത്തി? ഇത്രയും അവിടെയൊക്കെ ഭയങ്കര ക്വസ്റ്റ്യൻസ് ആണ്. അല്ലെങ്കിൽ ഈ ഒരു പൂന്തോട്ടം ഫാമിലിയുമായിട്ട് ഈ ബാലഭാസ്കറിനെ ആരടുപ്പിച്ചു, അതുമായിട്ട് വന്ന ബന്ധം, ഇത്തരം റിസോർട്ടും ഹോസ്പിറ്റലും ഉള്ളവർക്ക് അർജുൻ എന്ന് പറഞ്ഞൊരു വ്യക്തിനെ ഒരു കറക്ഷൻ സെന്റർ ആയിട്ട് തിരുവനന്തപുരത്ത് കടത്തി വിട്ടാലേ ജീവിക്കാനുള്ള വഴി ഉണ്ടാവുമായിരുന്നുള്ളൂ. കുറേ ചോദ്യങ്ങൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ബാലുവിൻ്റെ വീട്ടുകാരുടെ നമ്മൾ എപ്പോഴും നമ്മൾ നോക്കുമ്പം അതെ അവരുടെ ലക്ഷ്മിയുടെ നഷ്ടങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ പലപ്പോഴും കണ്ടു അമ്മേനെയൊക്കെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രണയത്തെക്കുറിച്ചൊക്കെ നമ്മളൊക്കെ കോളേജ് ആ ഒരു ഇതിൽ അറിയാവുന്ന രീതിയിൽ തന്നെ പറയട്ടെ, ഇന്നിപ്പോൾ അന്ന് ഞാൻ അതിനൊക്കെ കൈകെട്ടിച്ച് ഇതായെങ്കിലും ഇന്ന് എൻ്റെ ഫാമിലിയിൽ തന്നെ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകത്തൊക്കെ ഇതേ പ്രായം, ഒരു അന്നത്തെ ബാലുവിൻ്റെ അല്ലെങ്കിൽ 20 വയസ്സുകളിൽ നിൽക്കുന്ന കുട്ടികളുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഞാനൊരു മാതാവിൻ്റെ അതേ സ്ഥാനത്ത് നിന്നാണ് നമ്മൾ ഉപദേശങ്ങളും ഒക്കെ കൊടുക്കുന്നത്. സത്യത്തിൽ നാലോചിച്ച് ഗജന 20 വയസ്സ് അല്ലെങ്കിൽ 21 വയസ്സുള്ള ഇതൊരു സംഗീത കുടുംബമാണ് ബാലഭാസ്കർ. അതായത് അവർ ശ്വസിക്കുന്നത് പോലും സംഗീതം, അങ്ങനെ സംഗീതത്തിൽ വളർന്നൊരു കുടുംബത്തിൽ ജനിച്ചൊരു പയ്യൻ 20 വയസ്സിൽ ആ അമ്മ ആഗ്രഹിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉയരങ്ങളിൽ ഇങ്ങനെ ഒരു സ്റ്റേജ് ഷോ നടത്തി പോകണം എന്നല്ല, കച്ചേരി സംഗീതത്തിൽ ഉയരണം എന്നാണ്. സംഗീതത്തിൽ എന്താ പറയുക, ഒരുപാട് സംഗീതം എന്ന് പറഞ്ഞാൽ കടൽ പോലെയാണ്. നമ്മൾ ഈ കാണുന്ന പോലെ കുറച്ച് സ്റ്റേജ് ഷോ കിട്ടിയിട്ട് ഫേമസ് ആയി ഒരു 10-40 വയസ്സായി കഴിയുമ്പോൾ ഒതുങ്ങി കൂടാനല്ല, സംഗീതം പ്രാക്ടീസ് ചെയ്ത് എത്രയോ ഉയരങ്ങളിൽ പഠിച്ച് സംഗീതത്തിൻ്റെതായ മാസ്റ്റർ ഡിഗ്രി ഒരുപാട് എടുക്കാൻ ആഗ്രഹിച്ച് അങ്ങനെ അതിലേക്ക് വിടണമെന്ന് വിചാരിച്ച് കൊണ്ടിരുന്ന ഒരു അമ്മ 20 വയസ്സോ 21 വയസ്സോ ഉള്ളപ്പം ഒരു ജോലി ഇല്ലാത്തൊരു പയ്യൻ വന്നൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഏതമ്മയാണ് വിളക്കും മോനെ വീട്ടിൽ കയറ്റാമെന്ന് പറയുമോ? ഇല്ല. ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, പലരും മറന്നു പോണ കാര്യമുണ്ട്. ആ അമ്മയ്ക്ക് മറ്റൊരു മകൾ കൂടെ ഉണ്ട്. ബാലഭാസ്കറിന് ഒരു ചേച്ചിയുണ്ട്. ചൈൽഡ്ഹുഡ് തൊട്ട് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉള്ള അങ്ങനെയുള്ളൊരു കുട്ടി. ആ ഒരു ചേച്ചിയെ നോക്കേണ്ട ഒരു അമ്മയാണ്. അപ്പം ബാലുവിൻ്റെ ചേച്ചിയാണ് 20 വയസ്സുള്ള ഒരു പയ്യൻ അല്ലെങ്കിൽ 21 വയസ്സുള്ള ഒരു പയ്യൻ പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരമ്മയും ഇന്ന് നമ്മൾ മാറി നിന്ന് ചിന്തിച്ച് നോക്കുമ്പം ഏതൊരമ്മയും ആഗ്രഹിക്കുക കുറച്ചും കൂടെ കഴിഞ്ഞ് മുതിർന്ന് സംഗീതത്തിൽ നീ എന്തെങ്കിലും ആയിട്ട് വിവാഹം കഴിക്കുന്നതാണല്ലേ. അത് മാത്രമാണ് അമ്മ അവിടെ ചെയ്തത്. ആ അമ്മയുടെ ശാഠ്യം അവരുടെ കുടുംബ ബന്ധത്തിൽ എപ്പോഴെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇല്ല. ബാലു ഇഷ്ടമനുസരിച്ച് വിവാഹം ചെയ്തു, അച്ഛൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ ബാലുവിൻ്റെ സംഗീതവുമായിട്ടും ഉയർന്നു പോകുന്നുണ്ട്. അമ്മ ഒരിക്കലും അവിടെ ഇടങ്കോലിടുന്നില്ല. എന്നിട്ട് പോലും ഈ ഇൻ്റർവ്യൂവിൽ അമ്മയും ആ ഒരു ബന്ധങ്ങളും അല്ലെങ്കിൽ അമ്മയുടെ ഇതൊക്കെ വരേണ്ട കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല. ലക്ഷ്മിക്ക് ഉണ്ടായ നഷ്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹോണ്ടിങ് ആണ്. ആ മുഖം ഭയങ്കരമായിട്ട് എന്നെ കരയിപ്പിക്കുന്നുണ്ട്. കുഞ്ചും ഒക്കെ സത്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ഭയങ്കര നോവുന്നൊരു ഓർമ്മയാണ് ആ അച്ഛൻ, ആ മുഖം. മറ്റൊരു ഈശ്വര വാര്യർ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹോണ്ടിങ് ആയിട്ടുള്ളൊരു മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലഭാസ്കർ മരിച്ചതൊരു ആസൂത്രിത കൊലപാതകമാണെന്ന് മനസ്സിലായ അന്ന് തൊട്ട് ഈ മകന് ആ പേരമകൾക്കും നീതി തേടി ഓരോ സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് ഇപ്പം 79 വയസ്സായിട്ടുണ്ട് കേട്ടോ. എനിക്ക് അത്രയും ശാരീരിക അസ്വസ്ഥതയുള്ളൊരു മനുഷ്യൻ അദ്ദേഹം. എന്നിട്ട് മകന് വേണ്ടി നീതി പോകുന്നു. അവിടെയാണ് ലക്ഷ്മി നീതിക്ക് വേണ്ടിയൊക്കെ പോലീസ് സിസ്റ്റമായിട്ടൊക്കെ സഹകരിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഇതിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കേണ്ടത് ഒരു റൈറ്റ് അല്ലേ? ശരിക്കും അങ്ങോട്ട് ചോദ്യം വരുന്നുണ്ടോ? അതാണ് എനിക്ക് വളരെയധികം വിഷമമായിട്ട് തോന്നിയത്. ആ ഒരു ഇൻ്റർവ്യൂവിലാണെങ്കിലും സങ്കടകരമാണ്. അതൊരു സത്യം തെളിയണം എന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം ലക്ഷ്മിക്കും നീതി കിട്ടട്ടെ. ആ അച്ഛൻ്റെ അന്വേഷണം, ആ സത്യം തേടിയുള്ള അച്ഛൻ്റെ അന്വേഷണം സത്യത്തിലേക്ക് അത് കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നു അദൃശ്യശക്തികളൊക്കെ വഴിതെളിച്ച് എത്രയൊക്കെ തെളിവുകൾ മാറ്റി വെച്ച് കഴിഞ്ഞാലും സത്യം മറന്നിരിക്കുമ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പം അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് കാണാൻ പറ്റിയെങ്കിൽ എന്നൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ.